ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മല്ലിക പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ വസുന്ധരയ്ക്കൊരു സംശയം തോന്നുകയാണ്, ഇതൊക്കെ സത്യമാണോ എന്നുള്ളത്. അതിനുശേഷം തന്നെ പെട്ടെന്ന് കുറച്ച് ആലോചനയിലിരിക്കുന്ന സമയത്ത് വിവേകം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ മമ്മി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തോ ഗൗരവപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നു. അതെ, തീർച്ചയായും. പിന്നെ രാഹുലിനെ എത്ര ദിവസം ഇവിടെ നിർത്താനാണ് നിങ്ങളുടെ പ്ലാനിങ്? മമ്മിയല്ലേ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞാൻ കൊണ്ടുവരാൻ പറയണമെന്നൊരു ഓർഡർ വരാൻ കാത്തു നിൽക്കുകയായിരുന്നോ നീ എന്ന് പറയുന്നു. ആ വീട്ടിൽ അവനും അവളെയും കൂടി എങ്ങനെ താമസിപ്പിക്കുമെന്ന് പറയുന്നു. അതെനിക്ക് മനസ്സിലായി. അഞ്ജുവിൻ്റെ അടുത്ത് മാത്രമല്ല, അവിടെ 3 പെൺകുട്ടികൾ വേറെയും ഉണ്ടല്ലോ, അങ്ങനെ അവിടെ നിർത്താനും സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം മമ്മി, രാഹുലിനെ നമുക്ക് ഇന്നൊരു ദിവസം ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നു കേട്ടോ. അത് തന്നെയായിരിക്കും നല്ലത്. മാത്രമല്ല എല്ലാവരും എന്നെ പറ്റിക്കുകയാണ് എന്നെനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നെ പറ്റിക്കുന്ന ആൾക്കാരെയൊന്നും ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേനും വിവേകിന് നല്ല സംശയമുണ്ട്. മമ്മിക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്നൊരു തോന്നൽ. അതിനുശേഷം തന്നെ ജാൻസി വില്ലയിലേക്ക് പോകുന്നുണ്ട് വിവേക്. അതായത് രാഹുലിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് വർഷയാണെങ്കിലോ തൻ്റെ രണ്ടാനച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. ആ സമയത്ത് വിവേക് ചോദിക്കുന്നത്, എന്താ എൻ്റെ പോക്കി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന, എന്തെങ്കിലും കാര്യമുണ്ടോ? അത് ഇന്ന് ഞാൻ എൻ്റെ രണ്ടാനച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ വീണ്ടും വന്നു. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ അയാൾ എന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു വിവേക് എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രീയേട്ടനെ കുറിച്ചാണ്. ശ്രീയേട്ടൻ ജീവിച്ചിരിപ്പുണ്ട്. ആരെ ആൾക്കാർ എവിടെയൊക്കെയോ വെച്ച് ശ്രീയേട്ടനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ നീ ഈ പറയുന്നത്? അയാൾ മരിച്ചു പോയ ഒരാൾക്ക് വേണ്ടി ഇനിയും ഇങ്ങനെ വിഷമിപ്പിക്കാൻ എന്താ കാര്യം? അയാൾ നിന്നെ പറ്റിക്കുകയാണ്. അല്ലാതെ ശ്രീ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തിരിച്ചു വരേണ്ട സമയമായില്ലേ? താൻ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറ്റില്ല കേട്ടോ. മരിച്ച ഒരാളായതുകൊണ്ട് തന്നെ താൻ അയാളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഒരു പക്ഷേ എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വിവേക് അതുപോലെ തന്നെ പോകുമ്പോഴത്തേനും വർഷയ്ക്ക് സങ്കടമായി നിൽക്കുന്നു. പിന്നീട് അമ്പനാട് തറവാട്ടിലേക്ക് പോകാട്ടോ നമ്മുടെ DYSP മാഡം. അതിനുശേഷം തന്നെ പെട്ടെന്ന് ഹരിതയെ അന്വേഷിച്ച് പോവുകയാണ്. പെട്ടെന്ന് അവിടെ ലൈറ്റൊക്കെ ഇടുന്ന സമയത്ത് ഷാർമിള അവിടെ വീണ് കിടക്കുന്നുണ്ട്. കാരണം ഹരിത തള്ളിയിട്ട് പോയതാണ്, ഇതുവരെ ബോധം വന്നിട്ടില്ല. പെട്ടെന്ന് മാഡത്തെയൊക്കെ വിളിച്ചതിന് ശേഷം തന്നെ കുറച്ച് വെള്ളം കൊടുത്ത് തെളിച്ച് ആ ഒരു മയക്കത്തിൽ നിന്ന് ഉണർത്തുന്നുണ്ട്. അതിനുശേഷം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെ ഇത് സംഭവിച്ചത്? ഹരിതയാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ വളർത്തുമകളെ ഇപ്പോഴും കുറ്റപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളെന്നെ മനഃപൂർവ്വം ചെയ്തതല്ല. ഞാനവിടെ പിടിച്ച് നിർത്തിയപ്പോൾ അവൾ തട്ടിയിട്ട് പോയതാണ്. പിന്നെ ശരീരത്തിന് വേണ്ട ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ പ്രഷറും ഉണ്ട്. അത് കാരണമായിരിക്കും ബോധം കെട്ട് വീണിട്ടുണ്ടാവുക. മരുന്ന് വല്ലതുണ്ടെങ്കിൽ ഇവർ നിങ്ങൾക്ക് എടുത്തു തരുമെന്ന് പറയുന്നു. അത് വേണമെന്നും പറയാട്ടോ ഷാർമിള. പിന്നെ രാഹുൽ എൻ്റെ മോനെ കാണാനില്ല എന്ന് പറയുന്നു. രാഹുൽ സേഫായിട്ട് അഞ്ജുവിൻ്റെ വീട്ടിലുണ്ട്, കുഴപ്പമൊന്നുമില്ല, അവനെ വേണമെങ്കിൽ ഞാൻ ഇവിടേക്ക് വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. പിന്നീടാണെങ്കിലോ അഭിയും ശിവയും അതുപോലെ വർഷയും നിൽക്കുന്ന സമയത്ത് മല്ലികാക്ക് എന്തൊക്കെയോ പറഞ്ഞിട്ട് മാഡത്തിന് നമ്മളോട് നല്ല ദേഷ്യമുണ്ട്, എന്തൊരു സംശയമുണ്ട്. അഞ്ജുവിനെ കണ്ടോ ഇവർ രണ്ടുപേരും കൂടിയാണ് വയനാട്ടിലേക്ക് പോയതെന്നൊന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. പക്ഷെ നമ്മൾ 3 പേരും എന്ത് ചോദിച്ചാലും ഒരേ മറുപടിയിൽ നിൽക്കണം. അങ്ങനെ നമ്മളാണ് ആൻറ്റിക്ക് സംശയമില്ലാണ്ടിരിക്കുള്ളൂ എന്നും പറയുന്നു കേട്ടോ. ആ സമയത്ത് ശിവ ചോദിക്കുന്നുണ്ട്, എന്താ അതിൻ്റെ ആവശ്യം? നമ്മൾക്ക് സത്യസന്ധ അവസ്ഥ തുറന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതല്ലേ നല്ലതെന്ന് പറയുന്നുണ്ട്. ആ, അപ്പോൾ ആൻറ്റിക്ക് നല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ആ, ആൻറ്റിക്ക് ഇപ്പോൾ കുഴപ്പമില്ലെങ്കിലും തനിക്കതൊരു പ്രശ്നമായിരുന്നല്ലോ എന്ന് പറയുന്നു. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണെന്നല്ലേ വിചാരിക്കുള്ളൂ. ആൾ പറയുന്ന ആൾ മോശമല്ല എന്നുള്ള രീതിയിൽ അഭിയും പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ DYSP മാഡം വിളിക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ അബിയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. രാഹുലേട്ടൻ ഡബിൾ ഓക്കെയാണ്, മൊഴിയെടുക്കാൻ എപ്പോൾ വേണമെങ്കിലും വരാമെന്നും പറയുന്നുണ്ട്. രാഹുലിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല, ഞാനിവിടെ അമ്പനാട് തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷാർമിള ബോധം കെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഹരിത തള്ളിയിട്ട് പോയതാണ് മാഡം, ഇച്ചിരി വീക്കാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഉടനെ എത്താം മാഡം എന്നും പറയുന്നുണ്ട്. ആ രാഹുലിനെയും കൊണ്ടുവരൂ, ഇവിടെ നിന്ന് മൊഴിയെടുക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ അഞ്ജുവിനെ രാഹുലേട്ടനെ വിളിച്ചിട്ട് റെഡിയാക്കാൻ പറയാം. അഭിയാണെങ്കിലോ നമുക്ക് വിവേകേട്ടനെ വിളിക്കാം, വിവേകേട്ടൻ്റെ കാറിലങ്ങ് പോയാൽ പോരെ എന്ന് പറയുന്നു കേട്ടോ. എന്തായാലും ശരി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ ഈ പെട്ടെന്ന് തന്നെ ഷർമിളയുടെ വീട്ടിലേക്ക് എല്ലാവരും എത്തുന്നു. അങ്ങനെ ശിവ മാത്രം മാറി നിൽക്കുക കേട്ടോ. അങ്ങനെ വർഷ അമ്മയ്ക്ക് സുഖമാണോ എന്തൊക്കെയുണ്ടെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ആ അമ്മയാണെങ്കിൽ സ്വന്തം മകളെയാണ് തിരയുന്നത്. ശിവ വന്നില്ല അല്ലേ മോളെ എന്ന് പറയുന്നു. ആ, ശിവ ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്താണ് എവിടെ ഇപ്പോൾ അവൾ പറഞ്ഞിട്ട് അഭി നോക്കുന്നു. പെട്ടെന്ന് പോയി നോക്കുമ്പോൾ ശിവ മാറി നിന്ന് കരയുന്നു കേട്ടോ.
അതിനുശേഷം താൻ എന്താടോ ഇങ്ങനെ മാറി നിന്ന് കരയുന്നത്, അമ്മയും മോളും നേരിട്ട് കാണുമ്പോൾ സന്തോഷിക്കുന്നതല്ലേ ഞങ്ങൾ കരുതിയത്, വന്നേ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ അമ്മയെ കാണുമ്പോൾ പൊട്ടി കരയുന്നുണ്ട്. അതിനുശേഷം തന്നെ എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് മാറിക്കൊടുക്കാം, കുറേ കാലത്തിന് ശേഷം അമ്മയും മകളും ഒരുമിച്ച് കണ്ടതല്ലേ, സംസാരിക്കട്ടെ. അങ്ങനെ തൻ്റെ അമ്മയോട് മാപ്പൊക്കെ പറയുന്നുണ്ട്. ശിവേട്ട ഇത്രയും കാലം ചെയ്തതിനൊക്കെ മാപ്പ്, ഇത്രയും കാലം കണ്ണീരാണ് ഞാൻ കുടിപ്പിച്ചത് അമ്മയെ, എന്നോട് ക്ഷമിക്കണം, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി മാത്രമാണ് നിന്നത്, അതുകൊണ്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നു കേട്ടോ. അതിനുശേഷം മേഡം ആണെങ്കിൽ രാഹുലിൻ്റെ മൊഴിയൊക്കെ എടുക്കുന്നുണ്ട്. ബോധം വന്നപ്പോൾ ഞാൻ എവിടെ ഇവരുടെ വീട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ മുന്നേ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ച് പറയുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് അഭി വരുന്നുണ്ട് കേട്ടോ. അഭി പറയുന്നുണ്ട്, എന്ത് അഭി കേസ് ഏറ്റെടുക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മേഡം തീർച്ചയായും ഞാൻ തന്നെ അത് കോടതിയിൽ വാദിച്ചോളാം, ഇഷ്ടം പോലെ കുറ്റങ്ങൾ ചുമത്തിയിട്ട് ആ കേസ് ഇങ്ങോട്ട് തന്നാൽ മതി എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അവളെ അവിടെ കോടതിയിൽ വെച്ചിട്ട് പൊരിച്ചോളാം എന്നും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയെ തന്നെയാണ് കേട്ടോ. വർഷയാണെങ്കിലോ തൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അച്ഛൻ്റെ വീട് തന്നെയാണത്. ആ വീടിന് ഉള്ള വശമൊക്കെ ഒന്ന് പോയി കാണുന്നുണ്ട് കേട്ടോ. അകൊക്കെ പോയി കാണുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ വിവേക് വരുന്നുണ്ട് കേട്ടോ. ഹായ് പോക്കി, എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നു. ഇത് തന്നോടല്ലേ ഈ പറഞ്ഞത് പോക്കി എന്ന് വിളിക്കേണ്ടത്, ഞാൻ ഈ വീടൊക്കെ ചുറ്റിക്കാണുമായിരുന്നു, നമ്മുടെ ശിവയുടെ വീടല്ലേ, എന്ത് മനോഹരമായിട്ടുള്ള വീടാണ്, സന്തോഷമായിട്ട് അവൾ ഇവിടെയല്ലേ ജീവിക്കേണ്ടത് അഞ്ജുവും എന്നൊക്കെ പറയുന്നുണ്ട്. താനാണെങ്കിൽ എൻ്റെ കൂടെയല്ലേ ജീവിക്കേണ്ടതെന്നൊക്കെ പറയുന്നു. ഇതേ അവസാനം കറങ്ങി തിരിഞ്ഞ് വീണ്ടും വിവേക് അതിൽ തന്നെ വന്ന് നിൽക്കുകയാണെന്ന് പറയുന്നു. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് പോക്കിയുടെ ഈ ഒരു കുറുമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, എൻ്റെ പ്രസൻസ് പോക്കിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ വരാനും സംസാരിക്കാനും കാത്തു നിൽക്കുന്നത് ഞാൻ മനഃപൂർവ്വം ശ്രദ്ധിച്ചിട്ടുണ്ട്, തൻ്റെ ഒരു ദിവസം തൻ്റെ കൂടെ തന്നെ ആയപ്പോൾ തൻ്റെ മനസ്സ് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു, അതുകൊണ്ട് തന്നെ താൻ എനിക്കുള്ളതാണെന്നുള്ളത് 100% ഉറപ്പാണ്, ആ മനസ്സിൽ നിന്ന് ആ വേർഡ് പറയുന്നത് വരെ ഞാൻ ഇങ്ങനെ പുറകെ നടന്നുകൊണ്ടേയിരിക്കും, അത് കഴിഞ്ഞ് കൂടെ നടക്കും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എനിക്ക് വിട്ടിട്ട് പോകാൻ സാധിക്കില്ലടോ, തനിക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ വിവേകേട്ടനാണെങ്കിൽ തൻ്റെ സ്വന്തം വിവേകേട്ടനാണ് ഞാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷയിൽ നിന്ന് ആ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് വിവേക്. എന്തായാലും വർഷയ്ക്ക് വിവേകിനോട് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ ശ്രീനാഥിൻ്റെ ഒറ്റ പേരും പറഞ്ഞ് ചില കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നതും.